ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ ഫൈനൽ എപ്പിസോഡാണ് നോക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ഷിയാൻ ഇവനെ കാണാൻ വന്ന മീഡിയാസിനെ ഒന്നും അകത്തോട്ട് കടത്തി വിടണ്ട, അവരെ പറഞ്ഞു വിട്ടേക്കാനായിട്ട് പറയുന്നു. അതിനുശേഷം ഷൂയിയും അസിസ്റ്റന്റിനെ വിളിച്ച് ഷിയാന്റെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി ടൈം ചോദിക്കുമ്പോൾ അസിസ്റ്റന്റ് ഷിയാൻ പറഞ്ഞ കാര്യം ഇവളോട് പറയുന്നു. അദ്ദേഹം മീഡിയാസിനെ കാണാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഇപ്പോ. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ലെയാനെയും അതുപോലെ തന്നെ ഹേമ കമ്പനിയുടെ മുന്നോട്ടുള്ള കോർപ്പറേഷനെ ആയിരിക്കും ബാധിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോ സാറിനോട് പെർമിഷൻ ചോദിക്കാൻ സാധിക്കില്ല, മാഡം അത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവൾക്കും അത് മനസ്സിലാവുന്നത് കൊണ്ട് തന്നെ പിന്നെ അവളെ നിർബന്ധിക്കാനായിട്ട് പോകുന്നില്ല. അതിനുശേഷം ഇപ്പോൾ നൈറ്റ് ഷിയാൻ തിരിച്ച് വീട്ടിൽ എത്തുമ്പോഴും ഇവൻ വന്നതുപോലും അറിയാതെ വളരെ ഷോക്കും അവസ്ഥയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഷിയാൻ ഇവളോട് വന്ന് കാര്യം ചോദിക്കുമ്പോൾ ഇവളും മടിച്ച് ഇവനോട് കാര്യം പറയുന്നു. ഞാൻ ഇന്ന് ചെന്നിനെ വിളിച്ചിരുന്നു എന്ന് പറയുന്നു. അതായത് അവരുടെ കമ്പനിയുടെ യഥാർത്ഥ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആളുകളുടെ ഇടയിൽ നിന്ന് ഒരുപാട് നെഗറ്റീവ് ആണല്ലോ അവർക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഇവനെ ഹഗ് ചെയ്തിട്ട്, എനിക്കറിയാം നിങ്ങൾ ഒരുപാട് പ്രഷറിലൂടെയാണ് കടന്നു പോകുന്നതെന്ന്, നിങ്ങൾക്ക് മീഡിയയെ കാണാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട, പക്ഷെ ചില കാര്യങ്ങൾ ഇപ്പോഴും ക്ലിയർ ആക്കാനുണ്ട്, അല്ലെങ്കിൽ നമ്മൾ തെറ്റുകാരാണെന്ന് ബാക്കിയുള്ളവർ വിചാരിക്കും എന്ന് പറയുമ്പോൾ ഷിയാൻ, ഞാനതിന് മീഡിയക്ക് എതിരൊന്നുമല്ല, ഞാൻ ഈ സമയം എന്തെങ്കിലും പറഞ്ഞ് അത് വീണ്ടും ഒന്നുകൂടി വേറെ പ്രശ്നങ്ങളിലേക്ക് വഴിതിരിച്ചു വിടാൻ എനിക്ക് താല്പര്യമില്ല, അത് ഇൻവെസ്റ്റേഴ്സിനെ കൂടി വലിയ ബുദ്ധിമുട്ടിലാക്കും എന്ന് പറയുമ്പോൾ ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷൂയി, ഞാൻ എന്തായാലും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, എല്ലാ പ്രശ്നങ്ങളും നമുക്ക് എത്രയും പെട്ടെന്ന് പരിഹരിക്കാം എന്ന് പറഞ്ഞിട്ട് അവന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഈ ഒരു ഡ്രാമയുടെ എൻഡിങ് ആയപ്പോൾ തന്നെ എനിക്ക് ജലദോഷം പിടിച്ചിരിക്കുകയാണ് ഗൈസ്, എങ്കിലും സൗണ്ട് കുഴപ്പമില്ല വിചാരിക്കുന്നു. അതിനുശേഷം ഇവിടെ ചീഫ് ഇവരുടെ കമ്പനി പുറത്തുവിട്ട ക്ലൗഡ് ഇന്നോവേഷനെ കുറിച്ചുള്ള ആ ഒരു ഫീച്ചർ കാരണമാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ വന്നത്. അതിന് ഒരു ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടി വീണ്ടും ഇവർ ഒരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. ഷൂയി മുന്നേ തന്നെ 3 സിഇഒമാരെയും ഇന്റർവ്യൂ ചെയ്തതാണ്. പക്ഷേ ഇനിയും അത് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി അതിന് ആർക്കാണ് താല്പര്യം, ആരാണ് മുന്നോട്ട് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആരും തന്നെ തയ്യാറാവുന്നില്ല. കാരണം അതിപ്പോ ഏതാണ്ട് കുഴഞ്ഞു മറിഞ്ഞു കിടക്കാണല്ലോ. സോ ഷൂയി തന്നെ വീണ്ടും ആ ഒരു കാര്യം ഏറ്റെടുക്കുന്നു. അങ്ങനെ ഇപ്പോ ഇവള് ക്ലൗഡ് ഇന്നോവേഷനിലായാലും അതുപോലെ തന്നെ ചെന്നിനെ ആയാലും യാങ്ങിനെ ആയാലും അതിന്റെ ഭാഗമാകുന്ന എല്ലാ ആളുകളെയും ഇന്റർവ്യൂ എടുക്കുന്നു. അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവള് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവള് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പുതിയൊരു ആർട്ടിക്കിൾ പുറത്തിറക്കുന്നു. എല്ലാവരുടെ സംശയങ്ങൾക്കുള്ള മറുപടി. ലയാൻ തകർച്ചയുടെ വക്കിലെത്തിയിട്ടല്ല ഹേമയുമായിട്ട് സഹകരിച്ചത്. അതുപോലെ തന്നെ ഹേമ ലയാനെ വിലക്ക് വാങ്ങിയിട്ടുമില്ല. 2 കമ്പനിക്കും അതിൻ്റെതായ ഗുണവും ഉണ്ട്, പോരായ്മകളും ഉണ്ട്. അത് രണ്ടുപേർക്കും പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് വഴി പരിഹരിക്കാനാവും. അതുവഴി മാത്രം അവർക്ക് അവരുടെ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കി സക്സസ്ഫുൾ ആയിട്ട് 2 കമ്പനിയും ഒരേപോലെ മുന്നോട്ട് പോകും. അതിനു വേണ്ടിയിട്ടാണ് അവരിപ്പോ ഒന്നിച്ചിരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു കമ്പനി മറ്റൊന്നിന് മികച്ചതാണ് എന്ന് പറയാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ സപ്പോർട്ടീവായിട്ടും ഷാർപ്പായിട്ടും ഇവളുടെ പോയിന്റ്സ് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നു, അത് മനസ്സിലാവുന്നു. ആ ഒരു പ്രശ്നത്തിലും ആ ഒരു കമ്പനിയുടെ കൊളാബറേഷനിലും ഇനിയൊരു ചോദ്യമോ സംശയമോ ഇല്ലാത്ത വിധമാണ് അവൾ ആ ഒരു പ്രസന്റേഷൻ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷിയാനും ഇപ്പോ വളരെ ഹാപ്പിയാണ്. വീട്ടില് വന്നിട്ടും ഇവളോട് ഷിയാൻ സ്പെഷ്യൽ താങ്ക്സും കാര്യങ്ങളൊക്കെ പറയുന്നു. എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ പോകുന്നത് കൊണ്ട് തന്നെ ഇപ്പോ ഈ അങ്കിളുമാരും വളരെ ഹാപ്പിയാണ്. ഇപ്പോ ഷിയാനെ കാണാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. ഇവരുടെ കമ്പനിയെ കുറിച്ച് എല്ലാവർക്കും ഇപ്പോ വളരെ നല്ല അഭിപ്രായമാണ്. ഇവര് ചെയ്തത് ശരിയാണ്, നീ അന്ന് എടുത്ത തീരുമാനം വളരെ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവര് സ്പെഷ്യൽ താങ്ക്സ് തന്നെ ഇവനോട് ഇപ്പൊ പറയാണ്. അല്ലെങ്കിൽ നിങ്ങളെ യൂത്തന്മാര് കൊണ്ടുവരുന്ന ആശയങ്ങള് വളരെ അർത്ഥവത്തായതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞവര് തന്നെ കൈയടിക്കാന്ന് പറഞ്ഞിട്ടില്ലേ, അതുപോലെ തന്നെ ഇവര് ഇപ്പോ ഷിയാന് വളരെയധികം സപ്പോർട്ട് നിൽക്കുന്നു. ഇവന്റെ ഏറ്റവും വലിയ തലവേദനയായിരുന്നു ഇവര് രണ്ടുപേരും. സോ അത് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ ഷിയാന് സാധിച്ചു. അതിനുശേഷം ഇവിടെ നമ്മുടെ യൂലിങ്ങിന് ഒരു ഇന്ത്യൻ ഉണ്ടായിരുന്നല്ലോ, അവൾക്ക് ഇപ്പോ ആ ഒരു ടീമിൽ നിന്ന് മാറി നമ്മുടെ ഷൂയിയുടെ ടീമിലേക്ക് വരണം എന്ന ആഗ്രഹം പറയുമ്പോൾ ഷൂയി, ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്, നീ ഒരുപാട് പണിയെടുക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ ഇവള്, ഞാൻ എന്തിനും റെഡിയാണ്, എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ഷൂയി, ഞാൻ എന്തായാലും ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവളെ പോകാൻ തുടങ്ങുമ്പോൾ ഇവർക്ക് വിഷമാവുന്നു. അപ്പോ ഷൂയി, ഞാൻ ആലോചിച്ചു, നീ ഞങ്ങളോടൊപ്പം കൂടിക്കോ എന്ന് പറയുമ്പോൾ അവൾക്കും വളരെയധികം ഹാപ്പി ആവുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് 3 മാസങ്ങൾക്ക് ശേഷമാണ്. ഷൂയി ഇന്ന് അവളുടെ ആ ഒരു പ്രോജക്റ്റ്, ഈ മാഗസിൻ എന്ന അവളുടെ പ്രോജക്റ്റ് അവരുടെ ടീമിന്റെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോവാണ്. അവളും നല്ല രീതിയിൽ തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യുന്നു അവരുടെ മുന്നില്. പക്ഷേ ഇവൾക്ക് അതിനുള്ള ചാൻസ് കിട്ടുന്നില്ല. അതിന് കാരണമായിട്ട് അവര് പറഞ്ഞത് ഇവള് വളരെ യങ്ങാണ്, ഇവൾക്ക് അതൊന്നും മാനേജ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഇല്ല എന്നൊക്കെയാണ്. ഇവള് വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഇരുന്നത്, പക്ഷെ ഇപ്പോ വളരെ നിരാശയായിരിക്കാണ്. അപ്പോ ഇവരും, അദ്ദേഹത്തിന് നിന്നെ നല്ലോണം അറിയാത്തത് കൊണ്ടായിരിക്കും, നീ ഇനിയും കുറച്ച് നല്ലോണം തന്നെ പ്രിപ്പയർ ചെയ്താൽ മതി, അതിനുവേണ്ടി ഒരുപാട് സമയമുണ്ട്, വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ അവരെ ആശ്വസിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവളെ ഇപ്പോ വളരെ ശോകത്തിലാണ് ഓഫീസ് കഴിഞ്ഞ് വരുന്നത്. അപ്പോ അവിടെ ഗിറ്റാർ വായിക്കുന്ന ഒരാളെ കാണുമ്പോൾ ഇവളെ
എന്തെങ്കിലും കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് ബാഗ് തപ്പുന്നു. പക്ഷെ പൈസ ഒന്നും അവളുടെ കയ്യിലില്ല. സോ ഇവള് ഫോൺ വഴി ചെയ്യാം എന്ന് കരുതി വിചാറ്റ് ഐ ഡി ചോദിക്കുമ്പോൾ ഷിയാൻ ഓൾറെഡി തന്നെ ഇവൾക്ക് വേണ്ടി അവിടെ വെയിറ്റിംഗ് ആണ്. ഇവള് അയാളോട് വിചാറ്റ് ഐ ഡി ചോദിക്കുന്നത് കണ്ട് ഷിയാനൊക്കെ എന്തിനാ അയാളുടെ വിചാറ്റ് എന്ന് ചോദിക്കുമ്പോഴാണ് ഇവൾ അവിടെ ഇവനെ കാണുന്നത്. സോ ഇവള് വളരെ സങ്കടത്തില് ഇവന്റെ അടുത്തേക്ക് ഓടി വന്ന് ഹഗ് ചെയ്യുന്നു. എന്റെ പ്രോജക്റ്റ് അവര് സ്വീകരിച്ചില്ല എന്ന് പറയുമ്പോ ഷിയാൻ ആരത് പറഞ്ഞത്, ഞാൻ അവരുടെ കണ്ണുകൊണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കാം എന്ന് പറയുമ്പോ ഇവൾക്ക് ചിരി വരുന്നു. അപ്പോ ഇവളും എങ്കിൽ പിന്നെ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറയുമ്പോ ഷിയാൻ അങ്ങോട്ടേക്ക് പോവാനായിട്ട് തുടങ്ങുന്നു. സോ ഇവനെ പിടിച്ചു വലിച്ച് നിങ്ങൾക്ക് എന്താ വട്ടായോ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ചു വലിച്ച് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. അതിനുശേഷം വീട്ടിലെത്തി ഇവൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴും ഇത് ലക്ഷറി ഹോട്ടലിലെ ഫുഡ് പോലെ ആയില്ല എന്ന് പറഞ്ഞിട്ട് ഇവൾ അവിടെ ഇരുന്ന് കരയാനായിട്ട് തുടങ്ങുന്നു. അപ്പോ ഷിയാൻ ഇവളുടെ അടുത്തേക്ക് ചെന്ന് ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോ ഇവളും ഇവളുടെ തലയിലുണ്ടായിരുന്ന ആ ഒരു ഹെഡ് ബാൻഡ് എടുത്ത് ഇവന്റെ തലയിലോട്ട് വെച്ച് കൊടുക്കുന്നു. ഇനി ഞാൻ എപ്പോ സന്തോഷത്തിലല്ലാതിരുന്നാലും ഇങ്ങനെയായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവന്റെ തലയിൽ അത് എടുത്തു വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടിയില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് ഇവൾ അത് ഫോട്ടോയും എടുത്ത് സ്റ്റാറ്റസ് ആയിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പോ ഷിയാൻ ഇവളോട് നീ ഇപ്പൊ ഓക്കെ ആയോ എന്ന് ചോദിക്കുമ്പോ കുഴപ്പമില്ല, പ്രൊമോഷൻ കിട്ടിയില്ലെങ്കിലും ഒരു റയർ ആയിട്ടുള്ള ഫോട്ടോ എനിക്ക് കിട്ടിയല്ലോ എന്ന് ചോദിച്ച് അവളെ സമാധാനപ്പെടുന്നു. അപ്പോ ഷിയാൻ ഇവളോട് ഷിന്നിന്റെ ജോലി പോയ കാര്യവും അതുപോലെ തന്നെ ലക്ഷ്യയുടെ ജോലി പോയ കാര്യവും ഒക്കെ തന്നെ പറയുന്നുണ്ട്. ഇവൾക്ക് അത് കേട്ട് ഒരു വിഷമമില്ല, അവര് കാട്ടിക്കുട്ടികൾ തന്നെയാണല്ലോ അവർ അനുഭവിക്കുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഷൂയി ഇപ്പോ ഷിയുന് ഒരു വലിയ സർപ്രൈസ് തന്നെ കൊടുക്കാണ്. ഇവള് ഇത്രയും നാളും അവിടുത്തെ ഇന്ത്യൻ ആയിരുന്നല്ലോ, പക്ഷേ ഇവൾക്ക് ഇപ്പോ സ്ഥിരമായിട്ട് നിയമിച്ചുകൊണ്ടുള്ള ഒരു ജോബ് ഓഫർ ലെറ്റർ കൊടുക്കാണ്. അത് കണ്ട് അവള് വളരെ സർപ്രൈസ് ആയി പോവാണ്, വളരെ സന്തോഷാവുന്നുണ്ട്. അവളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഡ്രീം ആണല്ലോ ആ ഒരു ജോലി. അപ്പോ ഇവിടെ ഇവര് 3 പേരും ഒരുമിച്ചാണ് ഉള്ളത്. കമ്പനി കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ടാണ് ഇപ്പൊ പോകുന്നത്. ആ ഒരു കാര്യമാണ് ഇവര് സംസാരിക്കുന്നത്. തുടക്കത്തില് അവർക്ക് വലിയ പ്രശ്നങ്ങളും അതുപോലെ തന്നെ വലിയ പ്രതീക്ഷകളും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും ഇപ്പോ എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവര് അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും പുറത്ത് ആരോ വരുന്നു. ഇവര് ഇപ്പോ യുവിന്റെ ഫ്ലാറ്റിലാണ് ഉള്ളത്. അങ്ങോട്ട് എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല ഷിയു ആണ്. അവളാണെങ്കിൽ അവൾക്ക് ജോലി കിട്ടിയ സന്തോഷത്തില് വളരെ ഹാപ്പി ആയിട്ടാണ് ഇവന്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ അകത്ത് ഇവൾക്ക് വേണ്ടപ്പെട്ട 2 പേരുണ്ടെന്ന് അവൾ അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവള് എനിക്ക് ജോലി കിട്ടി, ഞാൻ ആദ്യമായിട്ട് എഴുതിയ ആർട്ടിക്കിള് പബ്ലിഷ് ആയിരിക്കുക, ഞാൻ വളരെ സന്തോഷത്തിലാണ് എന്ന് പറഞ്ഞിട്ട് ഇവനെ കിസ്സും ചെയ്യുന്നു. എന്നാൽ അപ്പോഴാണ് ഇവര് 2 പേരും അവിടെ നിൽക്കുന്നത് ഇവളെ കാണുന്നത്. ഗുവാൻ വളരെ ഷോക്കായി പോവാണ്. ഇവൻ ഫസ്റ്റ് ടൈം ആണല്ലോ അവര് തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങൾ അറിയുന്നത്. ഷിയാന് ഓൾറെഡി തന്നെ അറിയാം. ഇവള് പെട്ടെന്ന് അങ്കിളിനെ കണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടാൻ തുടങ്ങുമ്പോ ഷിയാൻ ഇവളോട് നിൽക്കാൻ പറഞ്ഞിട്ട് ഇവന്റെ അടുത്തേക്ക് വരാനായിട്ട് പറയുന്നു. പക്ഷേ ഇവളോടല്ല യുവിനോടാണ്. അങ്ങനെ അവനും എന്താ എന്നറിയാതെ ഇവളെയും കൂട്ടി അടുത്തേക്ക് ചെല്ലുമ്പോ ഷിയാൻ വളരെ സീരിയസ് ആയിട്ട് യുവിനോട് പറയുന്നത് അങ്കിൾ എന്ന് എന്നെ വിളിക്കാനായിട്ടാണ്. അത് കേട്ട് എല്ലാവർക്കും ചിരി വരുന്നു. അതിനുശേഷം ഇപ്പോ ലേയാനും അതുപോലെ തന്നെ ഹെയ്മയും ഒക്കെ തന്നെ അവര് സ്വപ്നം കണ്ടതിലും വേഗത്തിലാണ് ആളുകളിലേക്ക് എത്തിയതും അത് ഗ്രോ ചെയ്യുന്നതും. അതുപോലെ തന്നെ ഈ വർഷത്തെ മികച്ച റിപ്പോർട്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഷൂയിയാണ്. അവള് ഷിയാനോടൊപ്പം തന്നെ ആ ഒരു അവാർഡും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. മാത്രമല്ല ലേയാനും 6 വർഷം സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ആക്കി ഇപ്പോ 7ാമത്തെ വർഷം വളരെയധികം ഗ്രോത്തോടുകൂടി കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. അവരത് നല്ല രീതിയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നു. അതിന്റെ ആ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഷിയാനും ഷൂയിയും ഗുവാനും യുവും യാങ്ങും എല്ലാവരും തന്നെ ആ ഒരു ഫംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. യാങ്ങും ചെന്നുമായിട്ടൊക്കെ ഇപ്പോൾ വളരെ നല്ല റിലേഷനിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഷൂയി ചീഫുമായിട്ട് ഒരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഇവളോട് നിൽക്കാൻ പറഞ്ഞിട്ട് ഒരു ഇൻവിറ്റേഷൻ കാർഡ് എടുത്തു കൊടുക്കുന്നു. വേറൊന്നുമല്ല, ഇവരുടെ വിവാഹ ഇൻവിറ്റേഷൻ കാർഡാണ്. ഇവള് അത് കണ്ട് വളരെ ഷോക്കായി പെട്ടെന്ന് തന്നെ അത് ഓപ്പൺ ചെയ്ത് നോക്കുന്നു. വരൻ ആരാണെന്ന്. വരനെ കണ്ട് ഇവള് ഡബിൾ ഷോക്കാവാണ്. വരൻ മറ്റാരുമല്ല നമ്മുടെ ഗുവാന്റെ ഫാദർ തന്നെയാണ്. ഇവരുടെ ആ ഒരു വിവാഹത്തിനെ പറ്റിയുള്ള പേടിയും ഉത്കണ്ഠകളും ഒക്കെ അവസാനിപ്പിച്ച് ഇവര് ഗുവാന്റെ ഫാദറിനോട് എസ് പറഞ്ഞിരിക്കുകയാണ് വിവാഹത്തിനായിട്ട്. അപ്പൊ ഷോയി വളരെ ഷോക്കായിട്ട് ഇത് എനിക്കറിയാവുന്ന അങ്കിൾ ചെൻഗുവാൻ തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോ ഇവരും അതെ എന്ന് പറയുന്നു. അപ്പൊ ഇവള് ഇതൊക്കെ എപ്പോ നിങ്ങൾ തമ്മിൽ എങ്ങനെ എന്നൊക്കെ ഇവള് ചോദിക്കുമ്പോ കുറച്ചു നാളായി തുടങ്ങിയിട്ട് എന്ന് പറയുന്നു. ഇവളും അതെങ്ങനെ സംഭവിച്ചു എന്ന കഥയ്ക്ക് വളരെ എക്സൈറ്റ്മെന്റോട് കൂടി അവരുടെ അടുത്ത് നിന്ന് ചോദിച്ചറിയുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പോ ഇവരുടെ വിവാഹ ദിവസമാണ്. അവർ ആഗ്രഹിച്ചതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ ആ ഒരു വിവാഹ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിയുന്നു. അതിനുശേഷം അതിന്റെ പാർട്ടിയും കാര്യങ്ങളൊക്കെ നടക്കുമ്പോ ഷിയുവിന്റെ ഫാദർ അച്ഛന്റെ കല്യാണം കഴിഞ്ഞു, ഇനി മകന്റേത് എപ്പോഴാണെന്ന് ഗുവാനോട് ചോദിക്കുന്നു. അപ്പോ ഗുവാൻ ഞാൻ റെഡിയാണ്, പക്ഷേ എന്റെ ലേഡി സമ്മതിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോ റൂവോ ഞാൻ എന്തായാലും എന്റെ ഷൂയി കല്യാണം കഴിച്ചിട്ട് മാത്രമേ കല്യാണം കഴിക്കൂ, അത് കഴിഞ്ഞ് ഞാൻ എപ്പോ വേണമെങ്കിലും റെഡിയാണ്. പക്ഷേ ഷൂയിയുടെ കാര്യം ഷിയാനെ ആശ്രയിച്ചല്ലേ ഇരിക്കുന്നത്.
ഷിയാൻ ഷൂയിയോട് ഏത് ഡേ വേണോന്ന് നീ തന്നെ തീരുമാനിച്ചോളാനായിട്ട് പറയുന്നു. അപ്പോ ഷൂയി, നമ്മളെ എല്ലാരെക്കാട്ടിലും മൂത്തത് യു അല്ലേ, അതുകൊണ്ട് നിങ്ങൾ തന്നെ ഫസ്റ്റ് കല്യാണം കഴിക്കാനായിട്ട് പറയുമ്പോ ഞാനൊരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രായത്തിലൊക്കെ എത്തി, പക്ഷേ ഷിയുവിന്റെ കാര്യത്തില് അവളുടെ ഫാമിലിയുടെ സമ്മതം വേണം എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അവരത് ഒരു ലൂപ്പ് പോലെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഷിയുവിന്റെ ഫാദർ പറയുന്നത് കൊണ്ടുപോകുന്ന സാധനം അതുപോലെ തിരിച്ചു കൊണ്ടുവരരുത് എന്നാണ് തമാശ രീതിയിൽ. അപ്പോ ഷിയാൻ യുവിനോട്, അല്ല ഇനി എന്റെ അച്ഛൻ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോ ഷിയു, എന്റെ മുത്തശ്ശൻ എന്തായാലും എന്റെ ഇഷ്ടത്തിന് എതിര് നിൽക്കില്ല, പുള്ളി ഓൾറെഡി എന്നോട് പറഞ്ഞതാ എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കാൻ എന്ന് പറയുമ്പോ ഗുവാന്റെ ഫാദർ, ഒരു കാര്യം ചെയ്, നിങ്ങൾ 3 പേരും അങ്ങ് ഒരുമിച്ച് തന്നെ കല്യാണം കഴിക്കാനായിട്ട് പറയുന്നു, ഒരേ മണ്ഡപത്തിൽ വെച്ചിട്ട്. അതിന് ഇവര് 3 പേരും റെഡിയാണ്, പക്ഷേ ഇവര് 3 പേരും റെഡിയല്ല എന്ന് പറയുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ കരിയർ സെറ്റ് ആക്കണം, സ്വന്തം കാലിൽ നിൽക്കണം, അത് കഴിഞ്ഞ് മതി വിവാഹം എന്നൊക്കെ അവരിങ്ങനെ ഒരേ സ്വരത്തിൽ പറയാണ്. അതിനുശേഷം ഇനി ബ്രൈഡ്സ് മെയ്ഡ്സ് ബ്രൈഡിന്റെ കയ്യിൽ നിന്ന് ബൊക്കെ സ്വീകരിക്കുന്ന ആ ഒരു ചടങ്ങാണ്. സോ അതിനു മുന്നേ ഷിയാൻ ഷൂയിയോട് എന്തായാലും ആ ഒരു ബൊക്കെ ക്യാച്ച് ചെയ്തിരിക്കണം, ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാല് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഇവൻ ചെവിയില് അവളോട് എന്തോ പറയുന്നു, പക്ഷെ അത് കേൾക്കുന്നില്ല. എന്തായാലും അവൻ പറഞ്ഞ ആ ഒരു കാര്യം കേൾക്കുമ്പോ ഇവൾക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അപ്പോ ഗുവാനും റുവോടെ അടുത്ത്, ഇതെന്റെ അച്ഛന്റെ വിവാഹ ഫംഗ്ഷൻ ആണ്, നീ എന്തായാലും ആ ഒരു ബൊക്കെ മാക്സിമം കൈക്കലാക്കാൻ ശ്രമിക്കണം എന്ന് പറയുമ്പോ എന്നെ കൊണ്ട് മിക്കവാറും സാധിക്കില്ല എന്നാണ് റുവോ പറയുന്നത്. അപ്പോ ഷിയോ യുവിനോട്, ആ ഒരു ബൊക്കെ ഞാൻ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാല് എന്തായിരിക്കും നമ്മളിടയിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവളത് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലും ഷോർട്ട് കട്ട് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കാം, അല്ല ഇനി അത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ എല്ലാം മുകളിലുള്ള ആള് പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കും എന്ന് പറയുമ്പോൾ ഇവളും സമ്മതിക്കുന്നു. അതിനുശേഷം അത് ക്യാച്ച് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എല്ലാവരും. അത് ആരാണ് സ്വീകരിക്കുന്നത് എന്ന് നമുക്കറിയില്ല, എല്ലാവരും അതിന് ഒരുപോലെ റെഡിയായി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് റുവോയ്ക്ക് ഒരു വെഡിങ് ഇൻവിറ്റേഷൻ വരുന്നു. അത് മറ്റാരുടെയും അല്ല, ഷിയാന്റേതും ഷൂയിയുടേതുമാണ്. ആ ഒരു ബൊക്കെ അന്ന് ക്യാച്ച് ചെയ്തത് മറ്റാരുമല്ല, അവള് തന്നെയാണ്. ഷിയാൻ അവളോട് പറഞ്ഞിരുന്നതും നീ അത് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് വിവാഹം കഴിക്കാം എന്ന കാര്യവും തന്നെയാണ്. സോ അങ്ങനെ അവരുടെ ആ ഒരു ഡ്രീം ഡേ എത്തിയിരിക്കുകയാണ്. എല്ലാവരുടെയും സമ്മതത്തോടു കൂടി തന്നെ വളരെ ഹാപ്പി ആയിട്ട് അവര് രണ്ടുപേരും വിവാഹിതരാവുന്നു ഒഫീഷ്യലി തന്നെ. അതിനുശേഷം ആ ഒരു പാർട്ടിയും ഡിന്നറും ഒക്കെ കഴിഞ്ഞ് എല്ലാവരെയും യാത്രയാക്കി ഇവരും അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴേക്കും ഷിയാൻ ഷൂയെ വിളിച്ചുകൊണ്ട് വീണ്ടും അതേ സ്റ്റേജിലേക്ക് തിരിച്ചു വരുന്നു. എന്നിട്ട് ഇവളോട് ഒരു കാര്യം പറയുന്നു. അതായത് മുന്നേയുള്ള ഇവളുടെ ഒരു ചോദ്യത്തിന് ഇവൻ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, ഇവളെ ഇവൻ ഫസ്റ്റ് മീറ്റ് ചെയ്തത് എവിടെ വെച്ചാണ് എന്ന്. അതിപ്പോ ഇവളോട് പറയാണ്. ഇവളെ ഇവൻ ഫസ്റ്റ് മീറ്റ് ചെയ്തത് ഷൂയ്ക്ക് കുറച്ചു വർഷം മുന്നേയുള്ള ബെസ്റ്റ് റിപ്പോർട്ടർക്കുള്ള ഫസ്റ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ഇവര് രണ്ടുപേരും ആ ഒരു സ്റ്റേജിൽ ഒരുമിച്ച് ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഷിയാന് ഒരു കോള് വരുന്നത് കൊണ്ട് തന്നെ അന്ന് ഷൂയി ആ ഒരു സ്റ്റേജിൽ അവാർഡ് വാങ്ങാൻ കയറി പോകുന്നത് ഇവന് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ മുന്നേ തന്നെ ആ ഒരു കാര്യം പറഞ്ഞതാണല്ലോ. പക്ഷെ അവൻ അന്ന് അവിടെ വെച്ച് ഇവളെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞ് അവള് വളരെ സന്തോഷത്തില് അവളുടെ പ്രൈസ് ഒക്കെ ആയിട്ട് ഒരു മിററിന്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് അതിലൂടെ അവൻ ഇവളെ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് മുതലേ തന്നെ ഇവന് ഇവളെ ഇഷ്ടപ്പെട്ടതാണ്. സോ ആ ഒരു കാര്യം ഇവൻ ഇവളോട് പറയുമ്പോ ഇവള് ഒന്ന് ഞെട്ടി പോകുന്നുണ്ട്. ഇവള് പിന്നാലെ നടന്നിട്ടല്ലോ ഇവൻ വളഞ്ഞത്. ഓൾറെഡി തന്നെ ഷിയാൻ ഇവളെ ഇഷ്ടപ്പെട്ടിരുന്നു, അതുകൊണ്ടാണ്. സോ ഷിയാൻ ഇവളോട് താൻ ഒരുപാട് നാളായിട്ട് ഈ ഒരു മൊമെന്റിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന കാര്യം പറയുമ്പോൾ ഇവൾക്കും ഒരുപാട് സന്തോഷമാവുന്നു. സോ അവര് പുതിയ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു ഡ്രാമ ഹാപ്പി എൻഡിങ്ങിൽ അവസാനിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ ഇതിൽ ഒരുപാട് കപ്പിൾസ് ഉണ്ടായിരുന്നു. ഏത് ജോഡിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.